അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് മഴ കനക്കും. തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ അടക്കമുള്ളവ നേരിടാൻ എല്ലാ വകുപ്പുകളും സജ്ജമായിരിക്കണമെന്നും മന്ത്രിതല യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തലസ്ഥാനത്ത് മഴ പെയ്തതോടെ പലയിടം വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. കിഴക്കേക്കോട്ട തമ്പാനൂർ റോഡെല്ലാം വെള്ളത്തിനടിയിലാകുകയും ചെയ്തു. കുറച്ച് ആളുകളൊക്കെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഈ മഴയ്ക്ക് മുമ്പേ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതായിരുന്നില്ലേ? ആരിവിടെ നടത്തുന്നത് ഇവിടെ ആരാണ് ഇവിടെ ഭാരവാഹികളുള്ളത്? ഒരു മെമ്പർമാരുമില്ല. ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു മെമ്പർമാരും ഇല്ല. എന്തുമാത്രം അണുക്കളുണ്ടെന്ന് അറിയാമോ? ഈ വെള്ളത്തിലെ ആൾക്കാരെ കാലിലും കയറി അവര് അസുഖങ്ങളൊക്കെ പിടിച്ച് ആശുപത്രിക്കാർ പോണത്. കോർപ്പറേഷൻ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് കൈ ഉപയോഗിച്ച് ഓട വൃത്തിയാക്കി കച്ചവടക്കാരും പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ അല്ലേ ചേട്ടാ ക്ലീൻ ചെയ്യേണ്ടത്? സ്വയം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വന്നല്ലോ. അല്ല, അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. മഴയല്ലേ, മഴയത്ത് ഇനിയിപ്പോ ആര് കോർപ്പറേഷൻ വന്നിട്ട് അവരൊക്കെ നോക്കിയിരിക്കാക്കില്ലല്ലോ. അതിപ്പോ നാട്ടുകാരെല്ലാം കൂടെ സഹകരിച്ചാലും ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് അവിടെ ഓട കോരിയപ്പോഴത്തേക്ക് അവിടെ ഇറക്കിയിട്ടുണ്ടാണ് വെള്ളമെല്ലാം ഇനി കയറിയത്. നമ്മൾ കോർപ്പറേഷൻകാർ വട്ടെന്ന് പറഞ്ഞിരുന്ന വെള്ളം അങ്ങനെ തന്നെ കിടക്കുള്ളൂ. ഇപ്പൊ അങ്ങ് അറ്റ നീക്കിയാലാണ് ഇത്രയും വെള്ളം ഇപ്പൊ പറ്റിയത്. അല്ലെങ്കിൽ പറ്റൂല, അങ്ങനെ തന്നെ കിടക്കുള്ളായിരുന്നു. കോർപ്പറേഷൻകാർ ഇതുവരെ 2 മണിക്കൂർ ഇതുവരെ ആരും ഒന്നും പരിഹാരം ചെയ്തിട്ടില്ല. ജനങ്ങളൊക്കെ താഴെ വിടുന്നിട്ടുണ്ട്. എത്ര വണ്ടികൾ പോയിട്ടുണ്ട്, എത്ര പൊരുളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെപ്പെട്ട പാവങ്ങളെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സനിസ, നേരത്തെ നമ്മൾ കണ്ടു അവിടെ എത്രമാത്രം വലിയ വെള്ളക്കെട്ടാണ്. ആളുകൾക്കൊന്നും ഇറങ്ങി നടക്കാൻ പോലും സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും കൂടുതൽ ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡും പരിസരവും ഒക്കെ. നേരത്തെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ ഇതിൽ അണുക്കളൊക്കെ ഉണ്ടാകും. ഈ വെള്ളത്തിൽ കൂടി വേണം ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ എന്നാണ് പറയുന്നത്. മഴക്കാലം അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ശക്തമായ ഒരു മഴ അങ്ങോട്ട് പെയ്തപ്പോൾ തന്നെ ഇത്ര വലിയ വെള്ളക്കെട്ടാണ്. അപ്പോൾ ഇതിന് മുൻപ് ഒരുപാട് സമയമുണ്ടായിരുന്നു ഇത്തരം പ്രവർത്തികൾ, ഈ മഴയെ നേരിടാനുള്ള പ്രവർത്തികൾ അവിടെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണോ ആളുകൾ പറയുന്നത്? നിലവിൽ അവിടെ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ്? സ്വാതി സൂചിപ്പിച്ചത് ശരിയാണ്. വേനൽമഴ മുൻപേ തന്നെ വന്നിട്ടുണ്ട്. നല്ല അളവിൽ വേനൽമഴ ലഭിച്ച ഒരു വർഷം കൂടിയാണ്. അത്തരത്തിൽ കാലവർഷം 4-5 ദിവസത്തിനകം തീരം തൊടും. കേരള തീരം തൊടുന്ന ഒരു സാഹചര്യമായിട്ട് പോലും ഇന്ന് കനത്ത മഴ പെയ്തിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ മുൻപേ ഇവിടെ കനത്ത മഴയാണ്. എന്നിട്ട് പോലും കോർപ്പറേഷന്റെ അടുത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇതാ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു. ഈ ബസ് സ്റ്റാൻഡ് മുഴുവൻ വെള്ളമായിരുന്നു. ഇപ്പോൾ അവിടെ വെള്ളം നമ്മൾ കാണുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന്, ഇപ്പോൾ എന്താണ് തിരുവനന്തപുരത്തെ ഈ മാലിന്യ പ്രശ്നം എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇവിടെ മൊത്തം വെള്ളമായിരുന്നു. ആ വെള്ളം എങ്ങനെ പോയി എന്ന വഴിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ഇവിടുത്തെ ഓടകളിലാണ് ഈ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങാത്തൊരവസ്ഥയാണ്. ഇവിടുത്തെ വഴിയോര കച്ചവടക്കാർ വന്ന് ഈ ഓടയിൽ അവർ വൃത്തിയാക്കിയപ്പോൾ ഇതാ ഇവിടെ പ്ലാസ്റ്റിക്കുകൾ കൂടിക്കിടക്കുന്നത് കാണാം. ഇവിടെ പ്ലാസ്റ്റിക്കുകൾ അവര് ഓടയിൽ നിന്നൊക്കെ എടുത്തു മാറ്റിയ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ കൂടിക്കിടക്കുന്നുണ്ട്. ഓട അങ്ങനെ വൃത്തിയാക്കിയപ്പോൾ ആ വെള്ളം വലിഞ്ഞു പോയതായിട്ട് അവർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം അവർ ചെയ്തപ്പോൾ ആ വെള്ളം വലിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആ മാലിന്യങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല. മാറാത്തത് മാറുമെന്ന ടാഗ് ലൈനോട് കൂടി ഭരണത്തിൽ വന്ന ഒരു ഭരണസമിതിയാണ് കോർപ്പറേഷനിലുള്ളത്. പക്ഷേ വഴിയാത്ര കച്ചവടക്കാർ തന്നെ അവരുടെ ജീവിതമാണ് ഇവിടുത്തെ കച്ചവടവും മറ്റു കാര്യങ്ങളും. അത് നിലനിർത്താൻ വേണ്ടി അവർ തന്നെ റോഡിലിറങ്ങി ഓട വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥയാണ് തലസ്ഥാനത്തുള്ളത് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് സ്വാതി നിലവിലുള്ളത്. ഇപ്പോൾ കച്ചവടക്കാർ തന്നെ വൃത്തിയാക്കി ആ വെള്ളത്തെ ഒഴുക്കി വിട്ടിരിക്കുകയാണ്. 3 മണിക്കൂറോളം മഴ പെയ്തു. ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നമ്മളോട് തന്നെ അവർ പ്രതികരിച്ചത്. ഇപ്പോൾ ഇതാ വരുന്ന കാലവർഷം വരുന്നുണ്ട്. ഇന്ന് തലസ്ഥാനത്ത് ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കാൻ തന്നെ പോവുകയാണ്. എന്നാൽ പലയിടങ്ങളിലും പല ജില്ലകളിലും ഇതുവരെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ഇന്നാണ് മന്ത്രിതലത്തിൽ യോഗം ചേർന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ വി രാജേഷ്, തിരുവനന്തപുരം മേയർ, പ്രതികരിക്കുകയുണ്ടായി. ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച വന്നിട്ടില്ലെന്ന്. പക്ഷേ നമ്മുടെ ഇവിടെ നേർക്കാഴ്ചകളാണ്, ദൃശ്യങ്ങളിലൂടെ
ഇവിടെ ആളുകളുടെ പ്രതികരണങ്ങളിലൂടെയും നമ്മൾ നേർക്കാഴ്ചകളാണ് കാണിക്കുന്നത്. അതിൽ എന്താണ് ഇനിയും വ്യക്തമാക്കേണ്ടത് എന്നറിയില്ല. അത്തരത്തിൽ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നത് ദൃശ്യങ്ങളിലൂടെയൊക്കെ വ്യക്തമാണ്. കൂടാതെ വരും ദിവസങ്ങളിൽ മഴ കനക്കും. പല സ്ഥലങ്ങളിലും ഈ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനിയെങ്കിലും ഉടനടി നഗരങ്ങളും അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളും വൃത്തിയാക്കിയില്ലെങ്കിൽ വലിയ തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് മഴക്കാലം. അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കും. കൂടാതെ തന്നെ വളരെ മലിനമായിട്ടുള്ള ജലമാണ് ഇവിടെയൊക്കെ ഒഴുകി നടന്നിരുന്നത്. ഡ്രെയിനേജ് പൊട്ടിയ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചു പ്ലാസ്റ്റിക് അടക്കം ഒഴുകുന്നുണ്ടായിരുന്നു. നമ്മളോട് പലരും പ്രതികരിച്ചു ഈ വെള്ളത്തിൽ കാല് കുത്തിയാൽ പല രോഗങ്ങളും വരുമെന്ന്. ബസ് സ്റ്റാൻഡിൽ ഒട്ടനവധി ആളുകൾ വരുന്ന ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഇതൊരൊറ്റപ്പെട്ട കാഴ്ച അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലയിടങ്ങളിലും ഇതേ അവസ്ഥയാണ് മുന്നോട്ട് പോകുന്നത്. കൂടാതെ തന്നെ വരും ദിവസങ്ങളിൽ ഈ മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതേപോലെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എന്താകും നമ്മുടെ നഗരങ്ങളിലെ അവസ്ഥ എന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ അതീവ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ. എന്തായാലും കാറ്റും മഴയും ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയും വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ പെയ്യും. ഇത്രയും നമ്മൾ ഡ്രൈനേജ് അതുപോലെ തന്നെ ഈ ഡ്രൈനേജ് ക്ലീനിങ് അതുപോലെ തന്നെ മറ്റ് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശുചീകരിച്ചാൽ മാത്രമേ ഈ നഗരത്തിലെ വെള്ളക്കെട്ടുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. ഈ ശുചീകരണ പ്രവർത്തനം മുന്നേ നടന്നിരുന്നെങ്കിൽ ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതികരണങ്ങളിലൂടെയൊക്കെ വ്യക്തമായിരിക്കുകയാണ് സാദി. എന്തായാലും വരും ദിവസങ്ങളിലും മഴ കനക്കും. അതിനു മുന്നേയെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ, എല്ലാ ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ തിരുവനന്തപുരത്തെ കോർപ്പറേഷനും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. അത്തരത്തിൽ ഇവിടെയുള്ള ഈ മാലിന്യ പ്രശ്നവും വെള്ളക്കെട്ടുകളുടെ പ്രശ്നവും ജനങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശരി സനിസ, വ്യക്തമാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളത്. ഒരു മഴ പെയ്തപ്പോൾ തന്നെ തലസ്ഥാനം വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. അതിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥയുണ്ട് എന്നാണ് അവിടെയുള്ള ജനങ്ങൾ തന്നെ പറയുന്നത്.